Hello friends, welcome to Ajmal Solutions. Friends, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ നാലാമത്തെ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 3 വീഡിയോസ് കണ്ടിട്ടുണ്ടാകും എന്ന വിശ്വാസത്തോടെ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A man gains 20% by selling an article for a certain price. If he sells it at double the price, the percentage of profit will be. Okay, ഒരാൾ ഏതോ ഒരു വിലക്ക് ഒരു സാധനം വിറ്റു, അപ്പോൾ അയാൾക്ക് 20% ലാഭം കിട്ടുന്നുണ്ട്. ഓക്കെ, if he sells it at double the price, അപ്പോൾ ആദ്യം വിറ്റതിൻ്റെ ഡബിൾ പ്രൈസിന് വിറ്റാൽ അയാൾക്ക് എത്ര ശതമാനം ലാഭം കിട്ടുന്നതാണ്. വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഇത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, 100 എടുത്തിട്ട് ചെയ്യാം, 100x എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ റേഷ്യോ മെത്തേഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ സപ്പോസ് അയാളുടെ CP 100 ആണെന്ന് വിചാരിച്ചോ. CP 100 ആണ്, അപ്പോൾ SP എത്ര ആയിരിക്കും? അതായത് 20% ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ SP എത്രയാണ്? 120. ഇനി എന്താ പറഞ്ഞത്? ആ സെല്ലിംഗ് പ്രൈസ് ഡബിളായി. 120ൻ്റെ ഡബിൾ എത്രയാണ്? 240. ഇപ്പം എന്താ സംഭവിച്ചത്? ഇത് CP ആണ്, ഇത് SP, ഇതെന്താണ്? ന്യൂ SP ആണ്. ഓക്കെ, അപ്പോൾ 100 രൂപൻ്റെ സാധനം 240 രൂപയ്ക്ക് വിറ്റാൽ എത്ര ശതമാനം ലാഭം? 140% അല്ലേ. അല്ലെങ്കിൽ പ്രോഫിറ്റ് 140 ആണ്, ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 അല്ലേ. പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 എത്ര? 140%. സിമ്പിൾ അല്ലേ. ഇനി നിങ്ങൾക്ക് റേഷ്യോ മെത്തേഡ് ചെയ്യണമെങ്കിലോ ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും നോക്കാം. 20% എന്ന് പറഞ്ഞാൽ 1/5 അല്ലേ. അപ്പം 5 എന്ന് പറഞ്ഞാൽ എന്താണ്? CP ആണ്. 5 എന്ന് പറയുന്നത് CP ആണ്. SP എത്രയാണ്? 5 + 1 6 അല്ലേ. അതൊക്കെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പിന്നെ SP ഡബിളായി എന്ന് പറഞ്ഞാൽ 12 ആയി. അപ്പോൾ 5 CP 12 ആണ് ന്യൂ SP. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? 7. CP എത്രയാണ്? 5. 7/5 ഇൻറ്റു 100 is equal to 140%. ഇത് നമുക്ക് ഡയറക്റ്റ് 100 എടുത്തിട്ട് തന്നെ ചെയ്യാം, അതായത് കുറച്ചും കൂടി എളുപ്പം. രണ്ടും സെയിം തന്നെയാണ്, ഇത് കുറച്ചുകൂടി ചെറുതാക്കിയെന്നുള്ളൂ അല്ലേ. റേഷ്യോ മെത്തേഡ് നിങ്ങൾക്ക് അറിയാലോ, പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ റേഷ്യോയിലാക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ, ബൈ 100 ചെയ്തിട്ടാണ്. അപ്പോൾ ഷോർട്ട് ഫോമിലേക്ക് മാറ്റിയെന്നുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 100 എടുത്തിട്ട് തന്നെ ചെയ്താൽ മതി. CP 100 ആണ്, അപ്പോൾ SP എത്ര വരും? 120 വരും. പിന്നെ SP ഡബിൾ ആയി 240 ആയി. അപ്പോഴും CP എന്ത് തന്നെയാണ്? 100 തന്നെയാണ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് 140 ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An object is sold at certain price. If it is sold at 2/3 of that price, loss is 10%. Find a gain percentage on selling the object at that price. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഒരു ഒബ്ജക്റ്റ് ഒരു പ്രൈസിന് വിറ്റു. ഓക്കെ, ആ വിറ്റ പ്രൈസ് ഉണ്ടല്ലോ, അതിൻ്റെ 2/3 വിറ്റതെങ്കിൽ 10% നഷ്ടമാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ഗെയിൻ എത്രയാണ്? അതായത് ആദ്യം വിറ്റ പൈസ തന്നെ ആയിരുന്നെങ്കിൽ എത്രയാണ് ഗെയിൻ എന്നാണ് ക്വസ്റ്റ്യൻ. സപ്പോസ് നമ്മൾ ആദ്യം വിറ്റ പൈസ എന്ന് പറയുന്നത് SP ആണല്ലോ. ആണ്. പിന്നെ എന്താ പറയുന്നത്? ഇഫ് ഇറ്റ് ഈസ് സോൾഡ് അറ്റ് 2/3 ഓഫ് ദാറ്റ് പ്രൈസ്, അത് ആദ്യം വിറ്റ SP ഉണ്ടല്ലോ, അതിൻ്റെ 2/3 വിറ്റതെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? 10% ലോസ് ഉണ്ടാവും. അതായത് 10% ലോസ് ഉണ്ടാവും. 2/3 ഓഫ് SP ആണെങ്കിൽ 10% ലോസ്. അതാണെങ്കിൽ SP ആണെങ്കിൽ, അതായത് ആ സർട്ടൻ പ്രൈസിന് വിറ്റാൽ എത്ര ശതമാനമാണ് ലാഭം ഉണ്ടാവുമെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഡയറക്റ്റ് ഒരൊറ്റടിക്ക് ചെയ്യാൻ പറയുന്നത്. 2/3 ഓഫ് SP ആ സമയത്ത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, അതായത് 10% ലോസ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരാം? കോസ്റ്റ് പ്രൈസിൻ്റെ 90%. കോസ്റ്റ് പ്രൈസിൻ്റെ 90%. അങ്ങനെയാണെങ്കിൽ SP ആണെങ്കിലോ ഈ 2/3 എന്താവും? ഇപ്പുറം വരുമ്പോൾ 3/2 ആവില്ലേ. ഈ 3 മൾട്ടിപ്ലൈ ചെയ്യും, 2 എന്താവും? ഡിവൈഡ് ആവും. അപ്പോൾ എന്ത് വരും? 20 ഇൻറ്റു 3/2 എത്ര? 45. 45 ഇൻറ്റു 3 135%. 135% ആണ് സെല്ലിംഗ് പ്രൈസ്. അതിനർത്ഥം പ്രോഫിറ്റ് എത്രയാണ്? 35% അല്ലേ. അതായത് 10% നഷ്ടം എന്ന് പറയുമ്പോൾ 90% ഓഫ് കോസ്റ്റ് പ്രൈസ്. 135% എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 100% പ്ലസ് 35%. പ്രോഫിറ്റ് എത്രയാണ്? 35%. അത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം? 2/3 ഓഫ് SP
അതാണ് 90%. എന്തുകൊണ്ടാണ് 90% എഴുതിയത്? ഇത് 90% ഓഫ് സി പി ആണ്. ഓക്കെ, കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 10% ലോസ് ആണ്. 10% ലോസ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിൻ്റെ 90% ആയിരിക്കും. അപ്പോൾ ഇത് കോസ്റ്റ് പ്രൈസിൻ്റെ 90%. ഇനി വെറും എസ് പി മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2/3 എസ് പി എന്ന് എസ് പി ആവാൻ എന്താ ചെയ്യേണ്ടത്? 3/2 കൊണ്ട് ഗുണിക്കുകയാണല്ലേ, അത് നമ്മളിവിടെ 3/2 കൊണ്ട് ഗുണിച്ചു. അല്ലെ എങ്ങനെ ആലോചിച്ചാൽ മതി? നമ്മൾ LHS നിന്ന് RHSലേക്ക് പോകുന്ന സമയത്ത് ഈ 3 എന്ത് ചെയ്യും? അടിയിലുള്ള 3 /3 എന്താവും? ഗുണിക്കും, ഇൻറ്റു 2 എന്താവും? ഡിവൈഡ് ആവും. ഓക്കെ, അപ്പോൾ 90 × 3/2 അത് എത്രയാണ്? 135%. അതായത് സെല്ലിംഗ് പ്രൈസ് 135% ഓഫ് കോസ്റ്റ് പ്രൈസ്. അതിൻ്റെ അർത്ഥം 35% പ്രോഫിറ്റാണ്. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യില്ലേ? സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം, എന്നിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഓക്കെ, സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ് ഹോംവർക്ക്, 3ഉം 4ഉം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാം. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പുമായി ബന്ധപ്പെട്ട് വേറെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അത് നമ്മൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടൈപ്പ് മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കാം. If a man buys 11 objects for ₹10 and sells them at 10 objects for ₹11, find profit percentage. ഓക്കെ, 11 വസ്തുക്കൾ 10 രൂപക്ക് വാങ്ങി, എന്നിട്ട് എന്ത് ചെയ്തു? 10 വസ്തുക്കൾ 11 രൂപക്ക് വിറ്റു. അപ്പം എത്രയാണ് പ്രോഫിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഒബ്ജക്ട്സ്, പ്രൈസ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ 11 ഒബ്ജക്ട്സ് ആണ്, 10 രൂപ. ഓക്കെ, ഇത് പ്രൈസ് ആണ് കേട്ടോ, 10 രൂപ. പിന്നെ 10 ഒബ്ജക്ട്സ് നമ്മൾ എന്ത് ചെയ്തു? 11 രൂപയ്ക്ക് വിറ്റു. നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നമ്മൾ ഒബ്ജക്ട്സ് സെയിം ആക്കും അല്ലേ. ഇപ്പം ഇതിൽ പറഞ്ഞ 11 എണ്ണം 10 രൂപക്ക് വാങ്ങി, 10 എണ്ണം 11 രൂപക്ക് വിറ്റു. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചെറിയൊരു ഡിഫിക്കൽട്ടി തോന്നും നമുക്ക് അല്ലേ. അതേസമയം ഞാൻ 11 എണ്ണം വാങ്ങി 11 എണ്ണം വിറ്റു, 11 എണ്ണം വാങ്ങി 11 എണ്ണം വിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ 11 എണ്ണത്തിന് എത്ര രൂപയാണ് ചിലവായത്, ആ 11 എണ്ണം ഞാൻ എത്ര രൂപക്കാണ് വിറ്റത്, അത് രണ്ടും മാത്രം നോക്കിയാൽ മതി. അതായത് ഒബ്ജക്റ്റ് സെയിം ആണെങ്കിൽ നമ്മൾ പ്രൈസ്, കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടാൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഒബ്ജക്റ്റ് സെയിം ആക്കും. ഒബ്ജക്റ്റ് എങ്ങനെ സെയിം ആക്കാം? ഇവിടെ 11, 10. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആക്കണമെങ്കിൽ ഇവിടെ 11നെ 10 കൊണ്ട് ഗുണിക്കണം, 10നെ 11 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ ഗുണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇതിനെയും ഗുണിക്കണ്ടേ? വേണം. അപ്പോൾ എന്ത് വരും? 10 × 10, 11 × 11. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഗുണിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും ക്രോസ് ചെയ്താലും മതി. ഞാൻ പറയാം. ഇവിടെ നോക്കുക, 11 × 10 110 ഒബ്ജക്ട്സ് ആയി, ഇവിടെയും 110 ഒബ്ജക്ട്സ് ആയില്ലേ. ഓക്കെ, അപ്പം ആദ്യത്തെ പ്രൈസ് എത്ര? 10 × 10 100 രൂപ. വിറ്റതോ 11 × 11 121 രൂപ. അപ്പോൾ നമ്മൾ 100 സി പി, 121 SP. അപ്പോൾ പ്രോഫിറ്റ് എത്ര? 21. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ 21/100 × 100 21%. ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയോ? അതായത് ഇത് രണ്ടും ഈക്വൽ ആക്കണം. നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് നമ്പർ ഈക്വൽ ആക്കണമെങ്കിലും ഈ നമ്പറിനെ ഇതുകൊണ്ട് ഗുണിക്കും, അതേപോലെ ഈ നമ്പറിനെ ആദ്യത്തെ നമ്പർ കൊണ്ട് ഗുണിക്കും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. നോക്കിയാൽ 11, 10, 10, 11. ഇത് രണ്ടും ഗുണിക്കുക, ഇവിടെ എഴുതുക. ഇത് രണ്ടും ഗുണിക്കുക, ഇവിടെ എഴുതുക. ഓക്കെ, എങ്ങനെ അങ്ങനെ വന്നെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഒബ്ജക്ട്സ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് നേരെ തിരിച്ച് ഗുണിക്കുന്നതാണ്. പക്ഷേ വലിയ വാല്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ LCM ഒക്കെ പെട്ടെന്ന് കാണാൻ പറ്റുന്ന നമ്പേഴ്സൊക്കെ ഉണ്ട്, അവിടെ നമ്മളിങ്ങനെ ഗുണിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ എല്ലാ കേസിലും ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. ഓക്കെ, ചിലത് നമുക്ക് ഈ രണ്ട് നമ്പറിൻ്റെ LCMലേക്ക് എത്തിച്ചാൽ മതിയാവും ഒബ്ജക്ട്സിനെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചെറിയ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. പക്ഷേ ചിലപ്പോൾ ഇത് വലിയ നമ്പേഴ്സ് ആണെങ്കിൽ, ഇപ്പോഴുള്ളത് വലിയ നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ വലിയ മൾട്ടിപ്ലിക്കേഷനൊക്കെ വരും. എനിവേ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. രണ്ട് കേസിലും നമ്മൾ ഒബ്ജക്ട്സ് സെയിം ആക്കും. രണ്ട് കേസിലും ഒബ്ജക്ട്സ് സെയിം ആക്കും. ഓക്കെ, ഇത് രണ്ടും കോപ്രൈം നമ്പർ ആണെങ്കിലാണ് നമ്മളിവിടെ ഈ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നത്. കോപ്രൈം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നല്ലാതെ വേറെ കോമൺ ആയിട്ടൊരു നമ്പറും ഇല്ല. അപ്പോൾ നമ്മൾ 11നെ 10 കൊണ്ട് ഗുണിച്ചു, 10നെ 11 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, ഒന്നുമില്ല, ഒബ്ജക്ട്സ് സെയിം ആക്കാം, എന്നിട്ട് പ്രൈസിൻ്റെ ഡിഫറൻസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
A man buys pens at 5 pence for rupees 1 and sells them at 3 pence for rupees 1. Find his profit percentage. ആ ഒബ്ജക്റ്റ് ചെയ്താൽ 5 പെന്ന് 1 രൂപ. നെക്സ്റ്റ് കേസിൽ 3 പെന്ന് 1 രൂപ. ഫൈൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലേ. അപ്പോൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 3 into 1 3, 5 into 1 5. അപ്പോൾ 3 rupees ആണ് CP, 5 rupees ആണ് SP. പ്രോഫിറ്റ് പെർസെൻറ്റേജ് പറഞ്ഞാൽ 2/3 into 100 is equal to 66 2/3%, അല്ലെങ്കിൽ 66.66% എന്ന് പറയാം. ഓക്കെ, നമ്മളിവിടെ ചെയ്തെന്താണെന്ന് അറിയുന്നത് ഒബ്ജക്റ്റ് ഈക്വൽ ആക്കിയതാണ്. എന്തുകൊണ്ടാണ് ക്രോസ് ചെയ്തത്? നിങ്ങൾ ആദ്യം എന്ത് പഠിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് വന്നു എന്നുള്ള കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്കിന് ഇഷ്ടപ്പെടാൻ കാരണമാവും. നമ്മൾ വെറും ഷോർട്ട് കട്ട് മാത്രം പഠിക്കാതെ അതെങ്ങനെ വന്നു അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കൺസെപ്റ്റ് എന്താണെന്ന് കൂടി അറിയാൻ ശ്രമിക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് ക്രോസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 3 ഇത് രണ്ടും ഈക്വൽ ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 5നെ 3 കൊണ്ട് ഗുണിക്കണം, 3നെ 5 കൊണ്ട് ഗുണിക്കണം. ആ സെയിം സംഭവമാണ് നമ്മളിവിടെ ചെയ്തത് അല്ലേ. അതായത് 5നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ 1നെയും 3 കൊണ്ട് ഗുണിക്കണമല്ലോ, അതാണ് 3 into 1. ഇനി ഈ 3നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ 1നെയും 5 കൊണ്ട് ഗുണിക്കണമല്ലോ, അതാണ് ഈ 5. അത് നമ്മൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്തു? 5 into 1 എന്നിട്ട് അതിനെ നേരെ 5 എഴുതി, 3 into 1 ഇതിനെ നേരെ 3 എഴുതി. ഓക്കെ, അപ്പോൾ ഇത് CP ആണ്, ഇത് SP ആണ്. പ്രോഫിറ്റ് എത്രയാണ്? 2. പ്രോഫിറ്റ് പെർസെൻറ്റേജ് പറഞ്ഞാൽ 2 divided by CP, 2/3 into 100. സിമ്പിൾ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്താൽ മനസ്സിലായില്ലേ? ഒബ്ജക്ട്സ് ഈക്വൽ ആക്കിയതാണ്. അത് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് ക്രോസ് എടുത്തു അല്ലേ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100 oranges are bought for rupees 350 and sold at rupees 48 for a dozen. ഓക്കെ, അപ്പോൾ ഒബ്ജക്ട്സ് ആണ് നമ്മൾ ആദ്യം ഇടുന്നത് 100. അതിന് എത്ര രൂപ ചിലവായി? 350. പിന്നെ നമ്മൾ rupees 48 for a dozen, 48 രൂപ ഇവിടെ എഴുതി. ഡസൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഒരു ഡസൻ എഴുതരുത്, കാരണം ഇവിടെ നമ്മൾ നമ്പർ എടുത്തത് അല്ലേ. ഇവിടെ നമ്മൾ ഓറഞ്ചിന് നമ്പർ അല്ലേ, എത്ര ഓറഞ്ച് ഉണ്ട് എന്നുള്ള എടുത്ത്. അപ്പോൾ നമ്മൾ ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. അപ്പോൾ ഇവിടെ 12 എഴുതണം കേട്ടോ. ഒരു ഡസൻ എഴുതരുത്, 12 എഴുതണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ 100 ഡസനിലേക്ക് മാറ്റേണ്ടി വരും. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ ഏതാണോ എടുത്തത്, ഇവിടെ നമ്പർ ആണെങ്കിൽ നമ്പർ ഓഫ് ഓറഞ്ച് ആണ്, ഇവിടെ നമ്പർ ഓഫ് ഓറഞ്ച് ചെയ്താൽ. അപ്പോൾ ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 ഓറഞ്ച്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ത് നമ്മൾ ഒബ്ജക്ട്സ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 100 into 48 4800, 12 into 350 അങ്ങനെ ചെയ്യണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എത്രത്തോളം ക്യാൻസൽ ആക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ക്യാൻസൽ ആക്കാം. ഓക്കെ, ഇവിടെ പ്രൈസ് ആണ്, ഇവിടെ റുപ്പീസ് ആണ് കേട്ടോ. സോറി, ഇവിടെ ഒബ്ജക്ട്സ് ആണ്, നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ആണ്, ഇവിടെ റുപ്പീസ്. അപ്പോൾ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. മാക്സിമം എത്ര ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ അത്രയും ക്യാൻസൽ ചെയ്യാം. ഇത് രണ്ടും തമ്മിൽ 0 ക്യാൻസൽ ചെയ്തു. 10ൽ 2 times, 35ൽ 5 എത്ര ടൈംസ് ഉണ്ട്? 7 times. ഇനി ഇതും ക്യാൻസൽ ചെയ്തൂടെ? ക്യാൻസൽ ചെയ്യാം. ഇത് 1, ഇത് 4 times. ഇപ്പോൾ എന്തായെന്ന് അറിയോ? 2 എണ്ണം 7 രൂപക്ക് വാങ്ങി, ഒരെണ്ണം 4 രൂപക്ക് വിറ്റു. ഇത് 2 ഈക്വലാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ 2 എണ്ണം വിളിച്ചാൽ മതി. അപ്പോൾ ഇതിനെ വിളിച്ചാൽ മതി. അപ്പോൾ എന്തായി? 7 രൂപക്ക് വാങ്ങി 8 രൂപക്ക് വിറ്റു. എത്ര പ്രോഫിറ്റ്? 1/7 into 100 is equal to 14 2/7%. ഓക്കെ, ഞാൻ പറഞ്ഞ എത്രയാണ്? നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റും, ഇത് രണ്ടും നോക്കാം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ നമ്മൾ 50 വെച്ച് ക്യാൻസൽ ചെയ്തു. 2 times 7 times. ഇത് 12ഉം 48ഉം. 12 1 times, 48ൽ 4 times അല്ലേ. 4 into 12 48. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 2 ഒബ്ജക്റ്റ് 7 രൂപക്ക് വാങ്ങി. ഇവിടെ എന്ത് കിട്ടി? ഒരു ഒബ്ജക്റ്റ് 4 രൂപക്ക് വിറ്റു. അപ്പോൾ ഒബ്ജക്റ്റ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തു? 2 കൊണ്ട് ഗുണിച്ചു. ഇവിടെ 2 ആയില്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 4 ഉള്ളത് എത്രയായി? 8 ആയി. അപ്പോൾ ആദ്യമുള്ള CP 7, SP 8, പ്രോഫിറ്റ് 1. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ CP into 100, 1/7 into 100 is equal to 14 2/7%. ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾ? ഞാൻ ക്രോസ് പ്രൊഡക്റ്റിൻ്റെതും അതേപോലെ ഒബ്ജക്ട്സ് സെയിം ആക്കുന്ന സംഭവം ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ മതി. അത് വലിയ വാല്യൂസ് വരുന്നതുകൊണ്ട് ഞാനത് ചെറുതാക്കി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A man buys some objects at rupees P per dozen and sells them at rupees P/8 per object. അപ്പോൾ നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് ഇവിടെ എഴുതണം. ഇവിടെ എന്ത് എഴുതണം? ഇതിങ്ങനെ ഒബ്ജക്റ്റ് പ്രൈസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം എഴുതാം. ഒബ്ജക്റ്റ് ആദ്യത്തെ ഒബ്ജക്റ്റാണ് ഡസൻ. ഡസൻ എന്ന് പറഞ്ഞാൽ 12. എത്ര രൂപക്ക്? P rupees.
രണ്ടാമത്തെ കേസിൽ പെർ ഒബ്ജക്റ്റ് അല്ലേ, റുപ്പീസ് P/8 റുപ്പീസ് ഇവിടെ എഴുതി P/8 പെർ ഒബ്ജക്റ്റ്, അതായത് ഒരെണ്ണം. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് രണ്ട് സെയിം ആക്കണം, എന്ത് ചെയ്യണം, ഇൻറ്റു 12. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇൻറ്റു 12 ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് രണ്ടും സെയിം ആയില്ലേ, ഇത് ക്യാൻസൽ ചെയ്താൽ 3, 2. അപ്പോൾ എന്തായി, CP എന്ന് പറയുന്നത് P റുപ്പീസ് ആണ്, SP എന്ന് പറയുന്നത് എത്രയാണ്, 3/2P ആണ്. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്, ഇതെന്ന് പറഞ്ഞാൽ ഒരു P, ഇതെന്ന് പറഞ്ഞാൽ എത്ര, 3/2 എന്നാൽ 1.5P. അപ്പോൾ 0.5P ബൈ CP എത്രയാണ്, P ഇൻറ്റു 100. Pയും Pയും ക്യാൻസലായി, 0.5 ഇൻറ്റു 100 പറഞ്ഞാൽ 50%. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, P 3/2P ആയാൽ പ്രോഫിറ്റ് എത്രയാണ്, 50%, 50%. ഓക്കെ, ക്ലിയർ അല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ഈക്വൽ ആക്കി, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒബ്ജക്റ്റ് പ്രൈസ് അത് എഴുതുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം ഒബ്ജക്റ്റ് ചെയ്താൽ പ്രൈസ് ചെയ്താൽ എന്നിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ആണ് ഈക്വൽ ആക്കുന്നത്. അത് നിങ്ങൾക്ക് ക്രോസ് ചെയ്ത് ചെയ്യാം, അല്ലാതെയും ചെയ്യാം, നിങ്ങളെ ഇഷ്ടം. ഓക്കെ, ഈ ക്വസ്റ്റ്യന് ഹോംവർക്ക്. ഓക്കെ, ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കട്ടോ, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. എ മാൻ പർച്ചേസ്ഡ് സം എഗ്സ് അറ്റ് 3-4 rupees 5 and sold them at 5-4 rupees 12. Thus he gained rupees 143 in all. The number of eggs he bought. 5 രൂപ നിരക്കിൽ 3 എണ്ണത്തിന് 5 രൂപ നിരക്കിൽ വാങ്ങി, 5 എണ്ണത്തിന് 12 രൂപ നിരക്കിൽ വിറ്റു. അങ്ങനെ ടോട്ടൽ 143 രൂപ പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര എക്സ് ആണ് വാങ്ങിയത്? ഒന്നുമില്ല, നോക്കിയോ. ആദ്യം നമ്മൾ ഒബ്ജക്ട്സ് എഴുതി, 3 5 രൂപ പ്രൈസ് ഒബ്ജക്ട്സ്. രണ്ടാമത്തെ കേസിൽ 5 12 രൂപ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ ക്രോസ് ചെയ്യരുത് കേട്ടോ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ ഇത് രണ്ടും ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം, 3 ഇൻറ്റു 3 5 അല്ലേ, ഇത് രണ്ടും ഈക്വൽ ആക്കണം. ഇതിനെ 5 കൊണ്ട് ഗുണിക്കണം, ഇതിനെ 3 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 5 കൊണ്ട് ഗുണിച്ചു, ഇവിടെ 3 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈസ് എത്രയായി, CP എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 25 റുപ്പീസ് ആണ്, SP എന്ന് പറയുന്നത് 36 റുപ്പീസ് ആണ്. ഇനി നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഇത് എത്ര കൂടി ഡിവൈഡ് ബൈ CP ഇൻറ്റു 100 ചെയ്യും. പക്ഷേ ഇവിടെ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് അല്ല ചോദിച്ചത്. ക്വസ്റ്റ്യനിൽ പറയുന്നത് 143 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എത്ര എക്സ് ആണ് വാങ്ങിയതാണ്. നമ്മളിപ്പം ചെയ്ത എന്താണ്, നോക്ക് ഒബ്ജക്ട്സ് നോക്ക്, 3 ഇൻറ്റു 5 5 ഇൻറ്റു 3, അതായത് 15 ഒബ്ജക്ട്സ് വാങ്ങി 15 ഒബ്ജക്ട്സ് വിറ്റു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് എത്രയാണ്, 25 36 11 യൂണിറ്റ് ആണ്. ഓക്കെ, 15 എക്സ് ആണെങ്കിൽ 11 രൂപ എന്ന് വിചാരിച്ചു, 11 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് 15 എക്സിന്. പക്ഷേ ഈ 11 രൂപ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ 11 യൂണിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ എത്ര പറഞ്ഞത്, 143. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 15 എക്സിന് പകരം എന്ത് വരും, 11, അതായത് 11 യൂണിറ്റ് എന്ന് പറയുന്നത് 143 ആണ്. അപ്പം ഇൻറ്റു 13 ആണ്. അപ്പോൾ ഇവിടെ 15 അല്ല, എന്ത് വരും, ഇൻറ്റു 13, 195 എക്സ് ആണ് വാങ്ങിയത്. ക്ലിയർ ആണോ? ഓക്കെ, യൂണിറ്ററി മെത്തേഡാണ് അല്ലേ. 11 രൂപ എന്ന് പറയുന്നത് 143 രൂപയാണ്. ശരിക്കും ഇതെങ്ങനെ വരാമെന്നറിയാം, 143 11 ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ 15 എത്ര, ഇവിടെ രൂപ ഉണ്ടാവും, ഇവിടെയും രൂപ ഉണ്ടാവും, ഇവിടെ എന്താ ഉണ്ടാവുക, എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രൂപയും ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എന്തിന് കിട്ടും, എക്സിന് ടൈം കിട്ടും. അതാണെന്ത്, 195 എക്സ്. ക്ലിയർ ആണോ? ഒന്നുമില്ല, നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. ഇതിപ്പോൾ യൂണിറ്റാണെന്ന് വിചാരിച്ചാൽ മതി, 25 യൂണിറ്റ്, 25 യൂണിറ്റ്, ഇത് 36 യൂണിറ്റ്. അപ്പോൾ നമുക്ക് ലാഭം എന്ന് പറഞ്ഞാൽ 11 യൂണിറ്റ്. ഈ 11 യൂണിറ്റിൻ്റെ വാല്യൂ 143 ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ വിറ്റത് വാങ്ങിയതും 15 യൂണിറ്റ് എഗ്ഗാണ്. അപ്പോൾ 15 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര നോക്കാം. 11 യൂണിറ്റ് 143 ആണെങ്കിൽ 15 യൂണിറ്റ് എത്ര നോക്കിയാൽ മതി. ഈ ഇവിടുത്തെ എന്താ പറയുക, യൂണിറ്റൊക്കെ നമ്മളിവിടെ ക്യാൻസലായി പോകും. ഓക്കെ, അപ്പോൾ 11 യൂണിറ്റ് 143 എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് പറഞ്ഞാൽ 13 ആകും അല്ലേ. 11നെ 13 കൊണ്ട് ഗുണിച്ചാൽ 143 ആവാം. അപ്പോൾ 15നെ 13 കൊണ്ട് ഗുണിക്കാം, എത്ര വരും, 195 എക്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആവും, കഴിഞ്ഞ ക്വസ്റ്റ്യൻ. ഓക്കെ, എ മാൻ ബോട്ട് ഓറഞ്ച് അറ്റ് ദ റേറ്റ് ഓഫ് 84 rupees 34.
അപ്പോൾ നമ്മൾ ഒബ്ജക്ട്സ് ഇട്ട് ₹34 ശ്രദ്ധിക്കണേ, പ്രൈസ് ഒബ്ജക്ട്സ് ആൻഡ് സോൾഡ് ദം അറ്റ് ദ റേറ്റ് ഓഫ് 12 for 57 12. ഇവിടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒബ്ജക്റ്റ് ഈക്വൽ ആക്കണം അല്ലേ. അതിന് മുന്നേ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റും? 8 4 times 34 17 times 2 വെച്ച് ക്യാൻസൽ ചെയ്തു. ഇത് രണ്ടും തമ്മിൽ 3 വെച്ച് ക്യാൻസൽ ചെയ്താലോ? 12 4 3 57. ഇപ്പോൾ വളരെ എളുപ്പമായി അല്ലേ. 4 വാങ്ങി 4 വിറ്റു, അപ്പോൾ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 2 യൂണിറ്റാണ്. ഓക്കെ 2 രൂപ ലാഭം. ഓക്കെ, ഈ 2 രൂപ ലാഭം എത്ര എണ്ണം വിൽക്കുന്ന സമയത്ത്? 4 വിൽക്കുന്ന സമയത്ത്. ഓക്കെ, ഇപ്പോൾ ഇത് രൂപ യൂണിറ്റ് എന്തുവാണ് എടുക്കുന്നത്? നിങ്ങൾ രൂപ എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പോൾ 2 രൂപ ലാഭം 4x വിൽക്കുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ 45 രൂപ ലാഭം കിട്ടണമെങ്കിൽ എത്ര x വിൽക്കണം? 45 രൂപ ലാഭം കിട്ടണമെങ്കിൽ എത്ര x വിൽക്കണം? ഒന്നുമില്ല, അതിലെ നേരെ ഡബിൾ അല്ലത്. ഇപ്പോൾ 45 നേരെ ഡബിൾ എടുത്താൽ എത്ര? 90. ഓക്കെ, ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങൾക്ക് 2 രൂപയാണ് ലാഭം. ഓക്കെ, 2 രൂപയാണ് ലാഭം 4x വിൽക്കുമ്പോൾ. അപ്പോൾ 45 രൂപ ലാഭം കിട്ടണമെങ്കിൽ എത്ര x വിൽക്കണം? 90x വിൽക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ബി ടൈപ്പ് ഉണ്ട്, അതെല്ലാം കൂടി ഞാൻ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ആദ്യം കൺഫ്യൂഷൻ ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലോണം നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും, പോളായിട്ട് ചെയ്യും. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൽ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം നമുക്ക് ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ അതിൽ വോയിസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു എന്താ പറയുക, എടുത്ത ചാപ്റ്ററിലുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകുന്നൊരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് സഹകരിക്കുക. പെർസെൻറ്റേജ് നമ്മൾ കഴിഞ്ഞു, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇപ്പോൾ 4 വീഡിയോസ് കഴിഞ്ഞു, 4 ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ ഡൗട്ടുകളൊക്കെ നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാം. അങ്ങനെ ഓരോരോ ടോപ്പിക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫ്രണ്ട്സിലേക്കും മറ്റുള്ളവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ 2-3 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ആൻസറായിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്തും. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.